നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പിൻ്റെ ഇഷ്യൂസ് ഇപ്പോൾ നിങ്ങൾ പലരും കണക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ മാനേജ് ഇൻസ്റ്റൻറ്റ് കൊടുക്കുന്ന സമയത്ത് വാട്സപ്പ് കണക്റ്റ് ആയി കഴിഞ്ഞ ശേഷം അത് ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്റ്റ് ആവുന്നുണ്ട്. അത് ശരിക്കും എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്സപ്പും നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു ചെറിയ ഇഷ്യൂ കാരണമാണ് അത് നമുക്ക് ഇന്ത്യയിൽ വാട്സപ്പ് യൂസ് ചെയ്യാൻ ഈ പ്രോബ്ലം വരുന്നത്. ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ, വേറെ ഔട്ട്സ്റ്റാൻഡിങ് കസ്റ്റമേഴ്സിനൊന്നും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ GCCയിലാണെങ്കിലും വേറെ എവിടെയെങ്കിലും ആണെങ്കിലും അവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല വാട്സപ്പ് കണക്ട് ചെയ്യാനായിട്ടുള്ള പ്രോബ്ലം. നമ്മളുടെ ഇന്ത്യൻ കസ്റ്റമേഴ്സിന് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം വരുന്നത്. അതായത് പ്രശ്നം പലരും കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞ ശേഷം ജനറേറ്റ് QR കോഡ് കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മളിപ്പോൾ ഒരു വാട്സപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അതായത് വാട്സപ്പിൽ കയറിയിട്ട് ലിങ്ക് എ ഡിവൈസ് നമ്മളൊരു 1 സെക്കൻഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളിപ്പോൾ കണക്ട് ചെയ്യാൻ നേരത്ത് അത് കണക്റ്റ് ആവും. കണക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം കുറച്ച് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ലോഗൗട്ട് ആവും. ഇപ്പോൾ ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഓറഞ്ച് കളറാണ്. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗ്രീൻ ആവും. ഞാൻ ഇനി 2 പ്രാവശ്യം കൂടി ഒന്ന് സ്ക്രീൻ റീഫ്രഷ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി ലോഗൗട്ട് ആവും. മനസ്സിലായോ? ഇതാണ് ഇഷ്യൂ വരുന്നത്. അപ്പോൾ ഇതിന് നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ VPN കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ വാട്സപ്പ് നമ്പേഴ്സിൽ ഇപ്പോൾ ഒരു ഇത് വരും. അതായത് നിങ്ങൾക്ക് ഇഷ്യൂ ഉള്ളവർക്കായിട്ട് നമ്മളൊരു വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു തരും. ആ മെസ്സേജിൻ്റെ ഉള്ളിൽ ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം അത് ആ ഫയൽ ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ആയി കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ഉള്ളിൽ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവും. പിന്നെ നമുക്ക് മെസ്സേജസ് അയക്കാം. അത് കഴിയുമ്പോൾ ഫോണിൽ നിന്ന് അത് ലോഗൗട്ട് ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ ഇഷ്യൂ സോൾവ് ആവും. ഞാനത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. ഇതേപോലത്തെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓപ്പൺ VPN എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഇപ്പോൾ ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ ഈ പ്ലേ സ്റ്റോറിൻ്റെ ലിങ്കും ക്ലിക്ക് ചെയ്യുക. ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ അടിയിലത്തെ ലിങ്കും ക്ലിക്ക് ചെയ്യുക കേട്ടോ, ആപ്പ് സ്റ്റോറിൻ്റെ. അപ്പോൾ ആൻഡ്രോയിഡ് യൂസേഴ്സിനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതിപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം അലോ കൊടുക്കുക, എഗ്രി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിന് ശേഷം ബാക്ക് പോന്നിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ അടിയിലൊരു സെർവർ 50 എന്ന് പറഞ്ഞിട്ടൊരു ഫയലും കൂടെ അയച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ഓപ്പൺ VPN എന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ട് കണക്ട് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ ഓക്കെ കൊടുത്തതിന് ശേഷം പ്രൊഫൈൽ നെയിം കാണിക്കും, സെർവറും കാണിക്കും. എന്നിട്ട് അത് കണക്റ്റ് കൊടുക്കുക. ഓക്കെ, കണക്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ അലോ എന്നുള്ള ഓപ്ഷൻ വരും. അത് അലോ കൊടുക്കുക. ഇതിപ്പോൾ VPN ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം അവിടെ സ്കാൻ, അതായത് മാനേജ് ഇൻസ്റ്റൻറ്റിൽ വരാം, സ്കാൻ QR കോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇൻസ്റ്റൻറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ജനറേറ്റ് എന്നുള്ള ഓപ്ഷനിൽ QR കോഡ് ജനറേറ്റ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ സെറ്റിങ്സിൽ വന്നിട്ട്, അതായത് ലിങ്ക് എ ഡിവൈസിൽ വന്നിട്ട് ലിങ്ക് എ ന്യൂ ഡിവൈസ് കൊടുക്കുക. ഓക്കെ, ന്യൂ ഡിവൈസ് കൊടുത്തിട്ട് ഇത് വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാം. വാട്സാപ്പിൽ വന്നിട്ട് ഇത് സ്കാൻ ചെയ്യുക. ഓക്കെ, സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഇത് ലോഗിൻ എന്ന് പറഞ്ഞ് കാണിക്കും. ഇപ്പോൾ വാട്സാപ്പിൽ ഇതിപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഇതൊന്ന് സോൾവ് ചെയ്യും. എന്നിട്ട് ജസ്റ്റ് ഇത് ഏതാണെന്നുള്ളത് സേവ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ വാട്സാപ്പിൽ നിന്ന് സേവ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വാട്സാപ്പ് എന്ന് പറയുന്നത് ലാസ്റ്റ് ആക്റ്റീവ് ടുഡേ എന്ന് പറഞ്ഞ രീതിയിൽ ഇത് കാണിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം VPN ഓഫാക്കിയിടാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ വാട്സപ്പ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യണതാണ്. റീഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിലും വാട്സാപ്പിൻ്റെത് അവിടെ ആക്റ്റീവ് ആയിരിക്കും. മനസ്സിലായോ? നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും ഓൾറെഡി കണക്റ്റഡ് എന്നുള്ളത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സിംഗിൾ മെസ്സേജസ് അയച്ച് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു സബ്മിറ്റ് കൊടുത്തു. ദ മെസ്സേജ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി സെൻഡ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ.